ഹലോ ഗായ്സ്, പൊന്നൂസ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒത്തിരി ആയല്ലോ സ്കിൻ കെയർ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം നല്ലൊരു ബെസ്റ്റ് റിസൾട്ടായിട്ടുള്ള സ്കിൻ കെയർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫേസിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഫേസ് വാഷ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുള്ളത് നോക്കാം. ആകെ 3 സാധനങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് നിന്നിട്ടാണ് എടുക്കുന്നത്. അകത്ത് അവൾ ഇപ്പോൾ ഉറങ്ങി കേട്ടോ. അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് പുറത്ത് നിന്നാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഗൈസ്, ഇതിന് ആവശ്യമുള്ളത് പഞ്ഞപ്പുല്ലാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചാലിക്കാനായിട്ട് പാല് വേണം കേട്ടോ. ഞാനിതിൽ പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പാലെടുക്കാം. പിന്നെ ഒരു തക്കാളിപ്പഴം വേണം. ഞാനിതിൻ്റെ അരമുറിയാട്ടോ എടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് നല്ല നീരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നല്ല നീരുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു അര തക്കാളി മാത്രം ഹാഫ് ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് ചാലിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാലെടുത്താൽ മതി കേട്ടോ. ഞാനിത് ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇത്രയും പാലെടുത്തിരിക്കുന്നത്. ഇത്രയാണ് സാധനങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ഒന്നുകൂടി പറയാം. പഞ്ഞപ്പുല്ലിൻ്റെ പൊടി വേണം, പിന്നെ പാല് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പശുപാലുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ഈ പാല് അലർജി ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് പാലിന് പകരം തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടറോ മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പാലാണ് കേട്ടോ. അപ്പോൾ ഈ പാല് നമ്മൾ ഈ കവർ പാല് വാങ്ങിക്കുമല്ലോ, അതിൽ ഈ വലിയ കൊഴുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടല്ല കിട്ടണത്. അപ്പോൾ ആ ഒരു പാല് വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമേ. ഒത്തിരി കൊഴുപ്പൊക്കെ ഉള്ള പാലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ആ ഒരു കവർ പാല് മേടിച്ചിട്ടാണോ ഈ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അതൊക്കെ മേടിച്ചിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം. നമുക്ക് വേണ്ട പാല് നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പൂൺ വെച്ചിട്ടൊന്നുമല്ല മിക്സ് ചെയ്യുന്നത്, ഇങ്ങനെ ഈ വിരൽ വെച്ചിട്ടാട്ടോ മിക്സ് ചെയ്യുന്നത്. എനിക്ക് അതാണ് കംഫർട്ട്. അപ്പോൾ പെട്ടെന്ന് ചാലിച്ച് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസറോ വല്ലതും ഇട്ട് നന്നായിട്ട് ഫേസ് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷും ക്ലെൻസറും ഇട്ടതിന് ശേഷം പാല് ഒരു പഞ്ഞിയിൽ ഒരു കോട്ടണിൽ മുക്കിയിട്ട് ഒന്ന് ഫേസിലെല്ലാം ഒന്ന് മുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ഒന്ന് കഴുകി എടുത്ത് ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. അത് ഞാൻ പക്ഷേ ചെയ്തില്ല. അപ്പം ഞാൻ ഫേസ് വാഷും ക്ലെൻസറും മാത്രം ഇട്ടിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാർ ആദ്യമേ നമ്മളെ ഏത് പ്രോഡക്റ്റ്, അതിപ്പോൾ സെൻസിറ്റീവ് മാത്രമല്ല കേട്ടോ, നോർമൽ ആണെങ്കിൽ പോലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ. പക്ഷേ അതിന് മുന്നേ നമ്മുടെ കയ്യിൽ ആദ്യമേ, അതിപ്പോൾ ക്രീമൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ക്രീമൊക്കെ ആണെങ്കിൽ പോലും കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് സ്കിന്നിൽ അലർജി ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. ഇപ്പം ഇതെല്ലാം ഹോം റെമഡീസ് ആണെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇതൊക്കെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് കാണും. ഈ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ചിലവർക്കൊക്കെ പിമ്പിൾസ് വരികയും പിന്നെ ഈ റെഡിഷായിട്ട് സ്കിന്ന് വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആദ്യമേ കയ്യിൽ തേച്ചതിന് ശേഷം മാത്രമേ ഈ സ്കിന്നിൽ അപ്ലൈ ആവുള്ളൂ കേട്ടോ. ഞാനിത് ഓൾമോസ്റ്റ് കണ്ണാടി ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്യുന്നത്, അതുകൊണ്ട് അധികം അറിയാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇത് ഇത്ര ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യണം. അപ്പോൾ 1/2 മണിക്കൂറിൻ്റെ സമയത്ത് നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ചില കുഞ്ഞു ഡ്യൂട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നിട്ട് ഇത് കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 മണിക്കൂർ വെക്കണമെന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ ഹോം റെമഡീസൊക്കെ 10-15 മിനിറ്റ് മതി. ഇത് കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഇത് 1/2 മണിക്കൂർ വെക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, എൻ്റെ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയുടെ തൊലി ഉണ്ടല്ലോ, മൊത്തം നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞേ. അപ്പം ആ തൊലി വെച്ചിട്ട് നമുക്കിത് റബ്ബ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കുവേ. നമ്മളിപ്പം വെള്ളം വെച്ചിട്ട് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഈ സ്കിന്ന് ഇങ്ങനെ ഇത് കളയാൻ വേണ്ടി റബ്ബ് ചെയ്യുമ്പം ചിലപ്പോൾ അത്ര പോകണമെന്നില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ എന്തായാലും കുറച്ച് നീര് മിച്ചം വരുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഗ്ലോ ആയിട്ട് നിൽക്കും കേട്ടോ. ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സ്ക്രബ് ചെയ്ത് ഒരു കാരണവശാലും എടുക്കരുത്. കാരണം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് റെഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ സ്കിന്ന് നമ്മൾ റബ്ബ് ചെയ്ത് കളയുമ്പോഴത്തേനെ നന്നായിട്ട് വെള്ളം യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുന്ന പോലെ രീതിയിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നും ഭയങ്കര ഇറിറ്റേഷനായിട്ട് നമുക്ക് തന്നെ തോന്നും കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പകുതി ഭാഗവും പൊക്കോളും. ഇത് നമുക്ക് വേനൽക്കാലത്ത്, ഇപ്പം നമുക്ക് വേനൽക്കാലമാണല്ലോ, നല്ല ചൂടൊക്കെയാണെന്ന് പറഞ്ഞത് നാട്ടിൻപുറങ്ങളിലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സ്കിന്ന് നമ്മുടെ ഡ്രൈ ആവുന്ന ഒരു സീസണാണല്ലോ. അപ്പം ആ സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടുമേ. നമ്മുടെ ഈ കറുത്ത പിമ്പിൾസൊക്കെ വന്നു കഴിയുമ്പോൾ കറുത്ത പാടൊക്കെ വന്ന് കിടക്കൂലേ, അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇത് ആഴ്ചയിൽ 3 ദിവസമാട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പം എൻ്റെ ഓൾമോസ്റ്റ് കുറച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് വരാം. ഗൈസ്, ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇത് നമുക്ക് സപ്പിൾ സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പാലും പഞ്ഞപ്പുല്ലിൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞപ്പോൾ ടോണറും കൂടി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ നല്ല ഉറക്കമായതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അത് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുന്നുള്ളവരാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ മോയ്സ്ചറൈസർ ഉണ്ടോ. ഇത് ഞാനിപ്പം 1 മാസം ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. ഇപ്പോൾ പുതിയത് ഞാൻ വാങ്ങിച്ചാട്ടോ. നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. വൈറ്റമിൻ ഇ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിന്നൊക്കെ 24 hours ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നെല്ലാം ഈ എന്താ പറയുക ഓയിലി ആയിട്ടിരിക്കത്തില്ല. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലൊരു ടെക്സ്ചറായിട്ട് കാണാൻ പറ്റും. മോയ്സ്ചറൈസർ നമുക്ക് ഡെയിലി യൂസിന് അവൈലബിൾ ആട്ടോ, നല്ലതാണ്. പിന്നെ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡൊക്കെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഡെയിലി യൂസ് അല്ല, ഞാൻ ഇങ്ങനെ ഈ ലാക്മേയുടെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഞാനിത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൽ സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ളതാട്ടോ. ഇത് സെപ്പറേറ്റ് സൺസ്ക്രീൻ തേക്കേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് എല്ലാ ദിവസവും അങ്ങനെ സൺസ്ക്രീൻ ഒന്നും തേക്കാറില്ല. കാരണം ഇത് തേക്കുന്നതുകൊണ്ട് കാശ് മുടക്കി വാങ്ങിക്കണമല്ലോ. ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. കാരണം ഹോം റെമഡിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ഏത് സാധനം നമ്മുടെ മുഖത്ത് ഫേസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മോയ്സ്ചറൈസർ നിർബന്ധമായും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗേൾസ് കണ്ടില്ലേ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്കിന്ന് പലതരത്തിലാണ്. നമുക്ക് എല്ലാവർക്കും സ്കിന്ന് ഒരേ ടൈപ്പ് അല്ല സ്കിന്ന്. അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ആദ്യമേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുഴപ്പമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഹോം റെമഡി ആണെങ്കിലും ഇപ്പോൾ എന്താണെങ്കിലും ശരി കേട്ടോ.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒത്തിരി നാളായി സ്കിൻ കെയർ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്കിൻ കെയറുമായിട്ട് വന്നത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ടാറ്റാ, ബൈ ബൈ.